വസ്തുനികുതി പിരിവിൽ ചരിത്ര നേട്ടവുമായി കാസർഗോഡ് നഗരസഭ. ഈ സാമ്പത്തിക വർഷം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ. മനസ്സിന് സംതൃപ്തിയേകുന്ന യഥാർത്ഥ ഷോപ്പിംഗ് അനുഭവത്തിനായി ഉടൻ സന്ദർശിക്കുക ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, വിദ്യാനഗർ റോഡ്, ഉളിയത്തടുക്ക. മാർച്ച് 31 അവസാനിച്ച 2025-26 അക്കൗണ്ടിംഗ് വർഷത്തിൽ വസ്തു നികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചു. കേരളത്തിലെ ആകെയുള്ള 87 മുനിസിപ്പാലിറ്റിയും 6 സിറ്റി കോർപ്പറേഷനുകളും ചേർന്ന 93 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി പിരിവിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് ജില്ലയിൽ 1ാം സ്ഥാനവും മൊത്തം കേരളത്തിൽ 5ാം സ്ഥാനവും ലഭിച്ചു. 3 മാസം മുൻപ് ഭരണമേറ്റെടുത്ത ചെയർപേഴ്സൺ ഷാഹിന സലീമിന്റെയും വൈസ് ചെയർമാൻ KM ഹനീഫിന്റെയും നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി നഗരസഭയിലെ റവന്യൂ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ മികച്ച നേട്ടം കൈവരിച്ചത്. ഏകദേശം 9 കോടിയിൽ പരം രൂപയാണ് നഗരസഭ നികുതിയായി പിരിച്ചത്. KM ഹനീഫിന്റെ നേതൃത്വത്തിൽ പള്ളിക്കാൽ വാർഡ്, നൈമുന്നിസയുടെ നേതൃത്വത്തിൽ കാസിലൈൻ വാർഡ്, സക്കീന മൊയ്തീന്റെ നേതൃത്വത്തിൽ ഹൊന്നമൂല വാർഡ് എന്നീ 3 വാർഡുകൾ 100% നികുതി പിരിവ് നടത്തി റെക്കോർഡ് നേട്ടം കൈവരിച്ചു. മുനിസിപ്പാലിറ്റിയിൽ 1ാമതായി 100% നികുതി പിരിവ് പൂർത്തിയാക്കിയതിനുള്ള പ്രത്യേക പദ്ധതിയും അംഗീകാരവും KM ഹനീഫിന്റെ നേതൃത്വത്തിലുള്ള പള്ളിക്കാൽ വാർഡിന് ലഭിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലും KM ഹനീഫിന്റെ നേതൃത്വത്തിൽ കാസിലൈൻ വാർഡ് 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ചിരുന്നു. ഇതുകൂടാതെ ഈ വർഷം 10 വാർഡുകൾ 90%-മോ അതിൽ കൂടുതലോ വസ്തുനികുതി പിരിക്കുകയുണ്ടായി. ഈ ചരിത്ര നേട്ടത്തിന് വിവിധ മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ കാസർഗോഡ് നഗരസഭയെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.